ഗുഡ് മോർണിംഗ് ഡിയേഴ്സ്. ഇന്നത്തെ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, എന്താണ് ഇന്നത്തെ ഗൈഡൻസ് എന്ന് നോക്കാം. ബി പോസിറ്റീവ്. ഓക്കെ, ഇവിടെ ഡബിൾ 8 ഓഫ് കപ്സ് ആൻഡ് 2 ഓഫ് സോഡ്സ് ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഇവിടെ ഈ കാർഡുകൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് പുതിയൊരു, അതായത് നിങ്ങൾക്ക് തിരിച്ചറിവ് വന്നു കഴിഞ്ഞു. പഴയ കാലത്ത് ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, എന്ത് ആണ് ഞാൻ ബ്രേക്ക് ചെയ്യേണ്ടിയിരുന്നത്, അല്ലെങ്കിൽ നിങ്ങളെ ബാധിച്ചിരുന്ന ടോക്സിസിറ്റി എന്തായിരുന്നു, നിങ്ങളുടെ അഡിക്ഷൻ എന്തായിരുന്നു, നിങ്ങളുടെ പേടി എന്തായിരുന്നു, നെഗറ്റിവിറ്റി എന്തായിരുന്നു, ഇതൊക്കെ നിങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് നിങ്ങൾ അതൊക്കെ ഉപേക്ഷിച്ച് മുന്നോട്ടേക്ക് പോകുന്ന വ്യക്തികളെയാണ് കാണുന്നത്. അതൊക്കെ ഇവിടെ ഉപേക്ഷിച്ച് നിങ്ങൾ അതിൽ നിന്നൊക്കെ പിന്തിരിഞ്ഞുകൊണ്ട് നിങ്ങൾ പുതിയൊരു എനർജിയിലേക്ക് അല്ലെങ്കിൽ പുതിയൊരു ഉദയത്തിലേക്കാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു ഉദയം നിങ്ങൾക്ക് കാണാം. അതിലേക്കാണ് നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനുള്ള, നിങ്ങളുടെ പാഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടങ്ങളിലേക്ക് ഉള്ള, പഴയ നിങ്ങളെ മാറ്റി പുതിയൊരു വ്യക്തിയിലേക്ക് പോകുന്ന ആൾക്കാരെയാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, അങ്ങനെ ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് വന്നിരിക്കുന്നു. അപ്പോൾ ആ ഒരു തിരിച്ചറിവിൽ നിങ്ങൾക്ക് പല ചോയ്സസും ഉണ്ടാവാം. അപ്പോൾ അതിൽ നിങ്ങൾ കണ്ണ് കെട്ടിയിട്ടാണ് ഇരിക്കുന്നത്. അതായത് ഇത്രയും നാളും ഉണ്ടായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് നിങ്ങളൊരു കംഫേർട്ട് സോൺ നിങ്ങൾ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടാവാം. ആ ഒരു കംഫേർട്ട് സോൺ ബ്രേക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ കണ്ണ് ഓപ്പൺ ആക്കിക്കൊണ്ട് വൈസായിട്ട് ചിന്തിച്ച് നല്ല തീരുമാനം, അതായത് നിങ്ങൾക്ക് ലോങ് ടേം ആയിട്ട് ഫലം തരുന്ന തീരുമാനം എടുക്കാനാണ് പറയുന്നത്. അതിന് നിങ്ങളുടെ ഹാർട്ട് ഓപ്പൺ ആക്കി വെക്കുക. ഹാർട്ട് ചക്ര ഹീൽ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഹാർട്ട് ചക്ര ഹീൽ ചെയ്യാനായിട്ട് നിങ്ങൾ സ്വയം സ്നേഹിക്കുക, മറ്റുള്ളവരെ സ്നേഹിക്കുക. ആരോടെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ഫോർഗീവ് ചെയ്ത് അവരെ ഫോർഗെറ്റ് ചെയ്യുക. അതുപോലെ എല്ലാ കാര്യങ്ങൾക്കും സോറി പറഞ്ഞുകൊണ്ട്, ഐ എം സോറി, പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു, ഇങ്ങനെ നിങ്ങൾ സ്വയം പറഞ്ഞുകൊണ്ടേയിരിക്കുക. നിങ്ങളോട് തെറ്റ് ചെയ്തവരോട് നിങ്ങൾ ക്ഷമിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ആരോടെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനും ക്ഷമ ചോദിക്കുക. ഇങ്ങനെ നിങ്ങൾ സ്വയം ഹീൽ ചെയ്തുകൊണ്ട് നിങ്ങളിലേക്ക് വരുന്ന അവസരങ്ങളെ തിരിച്ചറിയാനും അതിൽ കറക്റ്റായിട്ടുള്ള സെലക്ട് ചെയ്യാനും ആണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായും പുതിയൊരു ഉദയമാണ് നിങ്ങളിലേക്ക് വരുന്നത്. അതിന് നിങ്ങൾ ഓപ്പൺ ആയിരിക്കുക, ബുദ്ധിപരമായിട്ട് ചിന്തിക്കുക, അതിനെ സെലക്ട് ചെയ്യുക. പുതിയൊരു ഉദയം വരുന്നുണ്ട്. ഓക്കെ, ഇതാണ് ഇന്നത്തെ റീഡിംഗ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബി പോസിറ്റീവ് ആൻഡ് സ്റ്റേ ഹെൽത്തി ആൻഡ് ഹാപ്പി. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.